Hello everyone, welcome back to my channel. This is Shafla Rudin here. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. ഞാൻ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോവാണ്. എൻ്റെ ഒരു 1 വീക്കിൻ്റെ ട്രിപ്പ് ഞാൻ ജസ്റ്റ് ഷോർട്ടാക്കിയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ഫാമിലി ആയിട്ടാണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം രാവിലെ ഒരു 4:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കാറിലാണ് കേട്ടോ ബാംഗ്ലൂർക്ക് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 8:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ വയനാട് ചുരമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ചുരത്തിൽ കൂടെയാണ് കേട്ടോ. നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 8:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഏകദേശം ചുരം ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇന്ത്യൻ കോഫി ഹൗസിലാണ് കേട്ടോ കയറിയത്. നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ ട്രാവലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് ട്രാവൽ ചെയ്തതിന് ശേഷം മുത്തങ്ങ ഫോറസ്റ്റിലെത്തിയിട്ട് ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഗുണ്ടൽപേട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് സൺഫ്ലവറിൻ്റെ കൃഷി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉള്ളിലോട്ടൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് പുറത്തുനിന്ന് എടുത്ത് എപ്പോഴും നമ്മൾ പോകുമ്പോൾ കാണുന്ന സ്ഥലമല്ലേ എന്ന് ഓർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ച് നമ്മൾ ട്രാവലിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ടെന്ന് എല്ലാവർക്കും അറിയില്ല. നമ്മൾ കാറിലാണ് ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇഷ്ടം പോലെ ട്രാവലിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടൊന്നുമില്ല. അവിടെ എത്തിയതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളവിടെ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത റൂം തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല സൗകര്യമൊക്കെ ഉള്ളൊരു ചെറിയൊരു ഹാളും അതുപോലെ തന്നെ നമുക്ക് കിച്ചൻ്റെ ഒരു ചെറിയൊരു ഏരിയയും കൂടെ ഉണ്ട്. നമുക്ക് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാം. അതുപോലെ ഒരു ഫ്രിഡ്ജും കൂടെ ഉണ്ട്. പിന്നെ റൂം ഏകദേശം നല്ല സ്പേസ് ഉള്ളൊരു റൂം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഏകദേശം നൈറ്റൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരുന്ന വഴിക്കന്നെ നമ്മൾ ഡിന്നർ കഴിച്ചിട്ടാണ് കയറിയത്. പിറ്റേന്ന് മോർണിംഗ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നമുക്ക് ഇഡ്ഡലിയും അതുപോലെ തന്നെ വടയാണ് കേട്ടോ. ഞാൻ 2 വടയാണ് എടുത്തത്, പിന്നെ ഒരു ഇഡ്ഡലി എടുത്തു. നല്ല ക്രിസ്പി ആയിട്ടുള്ള വട തന്നെയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഡേ നമ്മൾ ഇറങ്ങിയത് ആദ്യം തന്നെ ബാംഗ്ലൂർ പാലസിലേക്കായിരുന്നു. അപ്പോൾ അവിടെ ഏകദേശം എത്തി നമ്മളെല്ലാവരും സെറ്റായി അങ്ങോട്ട് പോയതിന് ശേഷം അവിടെ ഉള്ളിൽ നമുക്ക് വീഡിയോ അലൗഡ് അല്ല, പക്ഷെ നമ്മൾ പുറത്തുനിന്ന് തന്നെ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തു. ഇത് അതിൻ്റെ ഗാർഡൻ ഏരിയ ആണ് കേട്ടോ. അത് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ളൊരു ഗാർഡൻ ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങി ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്തു. അതുപോലെ തന്നെയാണ് ബാംഗ്ലൂർ പാലസിന് കുറച്ച് വീഡിയോ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അലൗഡ് അല്ലാത്ത കാരണം അവിടെ ഒന്നും എടുത്തിട്ടില്ല. ദെൻ നമ്മൾ നെക്സ്റ്റ് ഒരു സ്ട്രീറ്റിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. സ്ട്രീറ്റിൽ ഫുഡും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതുപോലെ ഞാൻ പോകുന്ന സമയത്താണ് ഇങ്ങനെ റോഡ് സൈഡിൽ വലിയ പേരൊക്കെ ഇങ്ങനെ മസാല ഇട്ടിട്ട് കൊടുക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പീസ് മേടിച്ചു ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഫാമിലി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ജസ്റ്റ് ഇങ്ങനെ ആദ്യമായിട്ട് സ്ട്രീറ്റിൽ ഇങ്ങനെ നടക്കുകയാണ്. പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ ഒരുപാട് കച്ചവടക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മളധികം പർച്ചേസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഈ ഭാഗങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ടാണ് കേട്ടോ പർച്ചേസിങ് ഒക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്വീറ്റ് കോണൊക്കെ കഴിച്ചു. പിന്നെ നൈറ്റായപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഒരു ഫുഡ് സ്ട്രീറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് സ്ട്രീറ്റ് വന്നിട്ട് വി പുരം എന്നാണ് പറയുക. അപ്പോൾ അവിടെ ഒരുപാട് ഫുഡുണ്ട്, പക്ഷെ എന്താണ് നോൺ വെജിറ്റേറിയൻ അല്ല, ഫുൾ വെജ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. വെജിൻ്റെ തന്നെ പല തരത്തിലുള്ള ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ വെജിൻ്റെ ഐറ്റംസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാല ദോശ, അതുപോലെ തന്നെ വെറൈറ്റി ദോശകൾ ഉണ്ടാക്കുന്നത് എനിക്ക് ഒരുപാടൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏതോ ഒരു ടൈപ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ അപ്പുറത്തെ സൈഡിൽ പാസ്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം വെജ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സ്ട്രീറ്റിൽ. അതിനുശേഷം നമ്മൾ വേറൊരു സൈഡിലുള്ളൊരു ഫുഡിൻ്റെ ഏരിയയിലേക്കാണ് പോയത്. അവിടെ ഫുൾ എന്താ പറയുക പൊട്ടാറ്റോ കൊണ്ടുള്ള ഐറ്റംസ് ആയിരുന്നു, ഫുൾ പൊട്ടാറ്റോ വെച്ചിട്ട്. പിന്നീട് നമ്മൾ വേറെ സൈഡിൽ പോയപ്പോൾ അവിടെ അതുപോലെ ബദാം മിൽക്കിൻ്റെ ഹോട്ട് ബദാം മിൽക്ക് ഉണ്ട്. അതുപോലെ തന്നെ എന്തോ ഒരു സംഭവത്തിലിട്ട് പേരൊന്നും അറിഞ്ഞുകൂടാ, ടേസ്റ്റി ആയിരുന്നു, കുഴപ്പമില്ല, നല്ല സ്വീറ്റായിട്ടുള്ളൊരു ഡിഷ് തന്നെയായിരുന്നു അത്. അവരവിടെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാനിതിൽ കാണിക്കുന്നത്.
ഇവർ നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് ജിലേബിയിലും അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ ഐറ്റംസിൽ മിൽക്ക് ആഡ് ചെയ്തിട്ടൊക്കെ തരും. പിന്നെ ഞാനൊരു പാവ് ബജി കഴിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഞാനൊരു പിസ്സ ഹട്ടിലേക്കാണ് പോയത്. പിസ്സ ഹട്ടിൽ നിന്ന് ഞാനൊരു മഷ്റൂമിൻ്റെ പിസ്സ ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. കാരണം അവിടെ ചിക്കൻ ഐറ്റംസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ മഷ്റൂം പിസ്സ ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ചു. അത് കുഴപ്പമില്ലാത്തൊരു നല്ല പിസ്സ തന്നെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഒരു മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസ്. ഒരു സ്ട്രീറ്റിൽ തന്നെയാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. നമ്മൾ ആ സമയത്ത് തിരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എന്തോ ഒരു ഉത്സവമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഇതിൽ പകർത്തിയിട്ടുണ്ട്. അവരുടെ എന്തോ ആ ഭാഗത്തുള്ള ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്തോ ഒരു കൊട്ടും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് നേരം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം കണ്ടിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് സ്ട്രീറ്റിലിട്ട് തന്നെ ഫുഡ് കഴിക്കുന്ന ഭാഗത്തേക്ക് തന്നെ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിൽ തന്നെ പോയിട്ട് ഒരു 7 മണിയാകുമ്പോൾ നമ്മൾ തിരിച്ച് റൂമിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചത്. ആമ്പൂർ ബിരിയാണി എന്ന് പറയും, ആ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. കുഴപ്പമില്ലാത്തൊരു ബിരിയാണി തന്നെയായിരുന്നു, നല്ല ടേസ്റ്റിയാണ്. ദെൻ നെക്സ്റ്റ് ഡേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അതുപോലെ ജസ്റ്റ് ഒരു മാളൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു മാൾക്ക് പോയി. ഓറിയോൺ മാൾ എന്ന് പറയും. അതിൻ്റെ മുന്നിലുള്ളൊരു ബിൽഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം മാളിൽ കയറിയിട്ട് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി കണ്ട് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സിസ്ലിംഗ് ബ്രൗണി കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഞാൻ ചോക്ലേറ്റിൻ്റെ സിസ്ലിംഗ് ബ്രൗണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ചോക്ലേറ്റ് ഫ്ലേവർ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ ചോക്ലേറ്റ് ബ്രൗണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് കഴിച്ചതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഡൊണ്ണ ബിരിയാണിയാണ് കഴിച്ചത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ബിരിയാണി. ദെൻ നൈറ്റ് ഞങ്ങൾ സ്ട്രീറ്റിലൊക്കെ ഒന്ന് കറങ്ങി MG റോട്ടിലൊക്കെ പോയി. അതിനുശേഷം തിരിച്ച് റൂമിൽ വന്നിട്ട് സ്വിഗ്ഗിയിൽ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും ഉച്ചക്കത്തെ ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ സ്വിഗ്ഗിയിൽ അത് തന്നെ ഓർഡർ ചെയ്തു. ഡൊണ്ണ ബിരിയാണി എന്ന് പറയും, കബാബിൻ്റെ ഡൊണ്ണ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ കൂടെ ഒരു ഗ്രേവി കിട്ടും കേട്ടോ നമുക്ക്, അതും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ചിക്കൻ വെച്ചിട്ടാണ്, അതിൻ്റെ കബാബ് വെച്ചിട്ടാണ് കാണിക്കുന്നത്. അത് കഴിച്ചതിന് ശേഷം നമ്മൾ അന്നത്തെ ഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ വേറെ ഒരു ഡെസ്റ്റിനേഷനാണ് നോക്കുന്നത്. നമ്മൾ 3 ഡേയ്സിൻ്റെ ബാംഗ്ലൂർ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൂർഗിലേക്കാണ് ഇപ്പോൾ പോകാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്. പോണ റൂട്ടിൽ നമ്മൾ ജസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. വെജിറ്റേറിയൻ്റെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അവിടുന്നത്. ദെൻ വീണ്ടും നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്ത് കൂർഗിലേക്ക് കുറച്ച് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയതിനു ശേഷം ഫസ്റ്റ് ടൈമിന് നമ്മൾ അപ്പി വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാട്ടർഫോളിലേക്കാണ് പോയത്. ആദ്യം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് നേരെ നമ്മളൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. റൂമിൽ പോയി അവിടെ നിന്ന് ഫ്രഷപ്പ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വാട്ടർഫോളിൻ്റെ അവിടേക്ക് വരുന്നത്. കുറച്ച് നടക്കാനൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നമ്മൾ നടന്ന് വാട്ടർഫോളിൻ്റെ അവിടേക്ക് എത്തി. ദെൻ വീണ്ടും നമ്മൾ ട്രാവലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു ടെമ്പിളിലേക്കാണ്. റൂമിൽ പോയി ഫ്രഷപ്പ് ആയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഈ ടെമ്പിളിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം ഉള്ളിലൊക്കെ കയറി നമ്മൾ ചപ്പലൊക്കെ ഊരി വെക്കണമായിരുന്നു. ചപ്പലൊക്കെ ഊരി വെച്ച് അതിൻ്റെ അകത്ത് കയറി കുറച്ച് നേരം അവരുടെ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാനത് കുറച്ചൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കും കൂടെ കാണാനായിട്ട്. അതുപോലെ ഇവരിങ്ങനെ ഓരോ ടൈമിങ്ങിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനകത്ത് ഇരിക്കുകയാണ്. ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് അതൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് ഞങ്ങൾ റൂമിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ബാംബു ഫോറസ്റ്റിലാണ്. കൂർഗിൽ തന്നെ ഉള്ളൊരു ബാംബു ഫോറസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ബാംബു ഫോറസ്റ്റിൽ പോകുന്ന സമയത്ത് ഇച്ചിരി മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ജസ്റ്റ് വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് കുറച്ച് നേരം കണ്ട് അതിനുള്ളിലൊക്കെ കയറി ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ച് നമ്മൾ
നമ്മൾ റൂമിലേക്ക് തന്നെ പോയി നെക്സ്റ്റ് ഡേ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നേരത്തെ റൂമിലെത്തണം എന്ന് വിചാരിച്ച് നേരത്തെ റൂമിൽ പോയി എല്ലാവരും ഫ്രഷായി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെ പോകാൻ പ്ലാൻ ചെയ്തിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോകുന്ന ട്രാവലിംഗ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഫുൾ ട്രാവലിംഗ് വീഡിയോ തന്നെ ആയ ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഹസ്ബൻഡാണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ മാത്രമേ ട്രാവലിങ്ങിൻ്റെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വീടെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകുന്ന റൂട്ടിൽ തന്നെ നമ്മൾ ലഞ്ചും കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡിന്നറും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് കണ്ട് ഇഷ്ടമാവുന്നവർ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഷഫ്ല റോഡിൽ.